ഹലോ ഹലോ ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് രാവിലെ തുടങ്ങാം. ഇപ്പൊ തന്നെ സാധനം കാണിച്ചു തന്നാലും ശരിയാവില്ല. എന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഈ മൂഡില്ലാത്തൊക്കെ ദിവസം ആവാറുണ്ട് അല്ലേ. ഇന്ന് നല്ല ഇൻട്രസ്റ്റും നല്ല വൈബും നല്ല മൂഡുള്ള ഒരു ദിവസമാണ് കേട്ടോ. നല്ല എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചിട്ടോ. അത് മുട്ട റോസ്റ്റിന്റെ ചായ പിന്നെ നമ്മളെ കട്ടൻ ചായ തന്നെയാണ്, കുഴപ്പമില്ല, അത് മതി. പാൽ ചായ വേണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാ ചപ്പാത്തിയും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ചിലത് മാപ്പായിരിക്കും കേട്ടോ. ഇന്ത്യൻ്റെയും അങ്ങനെ പല പല രാജ്യത്തിന്റെ മാപ്പായിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യം. ഈ ഒരു പരത്തലും ചുടലും കഴിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ യുദ്ധം കഴിഞ്ഞു. അപ്പൊ ഭയങ്കര ഒരു സമാധാനമാണ്. 3 നേരവും ഭക്ഷണം ഉണ്ടാക്കലും അവരുടെ കഴിക്കലും കഴിഞ്ഞു കഴിഞ്ഞാലേ അത് ഭയങ്കര ഒരു മനസ്സുഖമാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. മുട്ട റോസ്റ്റിന്റെ ടേസ്റ്റ് കൊണ്ടാ തോന്നുന്നു സച്ചിൻ 5 ചപ്പാത്തി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ആണ് കേട്ടോ, വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ വേവിച്ച വെള്ളം കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റിക്ക് പാലിന് പുറമെ കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടാൻ. ജ്യൂസ് ജാർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാധാ ജാറിൽ ജ്യൂസ് അടിക്കുന്നത്. അപ്പൊ പാല് അതിന്റെ കൂടെ ഒഴിക്കാൻ പറ്റില്ല. നമ്മൾ ക്യാരറ്റ് അടിച്ചെടുക്കും, പിന്നെ നമ്മൾ കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും കുറച്ച് ക്യാരറ്റും കൂടെ അടിച്ചിട്ടാണ് പിന്നെ അത് അതിലേക്ക് ചേർത്തത് കേട്ടോ. അങ്ങനെ അടിപൊളി ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നല്ല കുഞ്ഞമത്തി നല്ല പോലെ വറ്റിച്ചതാണ് കേട്ടോ. കൂടെ തന്നെ പൊരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടം മുരിങ്ങാക്കറി മത്തി പൊരിച്ചതാണ് കേട്ടോ. അത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പാചകം ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കാനും ജ്യൂസ് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. എനർജി നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതൊക്കെ ഞാൻ വെച്ചാലും ഇടക്കുള്ള പാർസൽ അത് നിർബന്ധമാണ്. ഒരു ബിരിയാണി കൊടുത്തിട്ടുള്ളൂ, വെള്ളം ഇറക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇത് 2 കുട്ടികൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ബോക്സ്, ആ ഒരു സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഇതാണ് ആ ഒരു ബോക്സിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഗ്ലാസിന്റെ നമ്മുടെ ജ്യൂസ് ജാറാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ജ്യൂസ് കുടിക്കാൻ തോന്നും കേട്ടോ. ഇതെന്തിനാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് വെച്ചാലേ, കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ത്രില്ല് തോന്നും നമുക്ക് ജ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ കുടിക്കാനായിട്ട്. ഈ ഒരു സ്ട്രോങ് ഒക്കെ എന്താണെന്നാ തോന്നുന്നത്, ഇതും ഗ്ലാസ് തന്നെയാണ്. പെട്ടെന്നൊക്കെ നിലത്ത് വീണാൽ പൊട്ടു. എന്താണെന്നറിയില്ല, ഇത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തോന്നി. ഞാനിത് വീണ്ടും ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് കുറച്ച് അധികം കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്കവിടെ ഒപ്പിച്ച് പോകും. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല, 150 രൂപയുള്ള ഒരു ജ്യൂസ് ഗ്ലാസ് കിട്ടിയിട്ട് പിന്നെ ഇനി ഇവിടെ ആരും ജ്യൂസ് കുടിക്കാൻ ബാക്കില്ല. ഞാൻ കുടിച്ചു, സച്ചു കുടിച്ചു, ഫാദി കുടിച്ചു, കുഞ്ഞാക്കടക്കം കുടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, ഈ ഒരു ജ്യൂസ് ഗ്ലാസിന്റെ അടിപൊളി ക്യൂട്ട്നെസ് കൊണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് എനർജി ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്യാസും കുറ്റി വന്നിട്ടുള്ളത് കേട്ടോ. അതിനേക്കാളും സന്തോഷം ഇപ്പൊ നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. അങ്ങനെ അത് വേഗം അകത്ത് കൊണ്ടുവച്ച് പുറത്തെവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഗ്യാസും കുറ്റി പോണ പോക്കറിയില്ല. ഗ്യാസും കുറ്റിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് അല്ലേ. വൈകുന്നേരം ആയപ്പോൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ കുറച്ച് പുല്ലങ്ങോട്ട് പറിക്കാന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഈ ഒരു ഭാഗത്തൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ കൊച്ചു തിരക്കുള്ള ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാട്ടോ. അപ്പൊ കൂടെ തന്നെ കമന്റ് ഇടാനും മറക്കല്ലേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.